നിതിൻ ജോസ് ഓടി നടന്ന് വീട് ചുറ്റും മെഴുകുതിരി കത്തിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഗൈസ്? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവന്റെ വീട്ടിന്റെ അടുത്തുള്ള കുറെ ഷോപ്പിൽ മെഴുകുതിരി ഇങ്ങനെ ബോക്സസ് ആയിട്ട് കുറെ എണ്ണം വെച്ചിരിക്കും. സാധാരണ മഴക്കാലാണല്ലോ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കടകളിൽ കൂടുതലായിട്ട് കൊണ്ടുവെക്കുക. ഞാൻ നോക്കുമ്പോൾ ഇപ്പാണ് മഴയും ഇല്ല. ഇതെന്താ എല്ലാ കടയിലും ഇങ്ങനെ മെഴുകുതിരി കൊണ്ടുവച്ചെന്ന് ഹസ്ബൻഡിനോട് ചോദിക്കണം ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ എന്നോട് അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത് ഗൈസ്, വീട് നിറച്ചു ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കും. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഓണം കഴിഞ്ഞ് ചതയം നാളിൽ ഇതുപോലെ വീട് നിറച്ചു ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. പൂക്കളത്തിന്റെ മുകളിൽ വരെ ഇങ്ങനെ കത്തിച്ചു വെക്കൂട്ടോ. സംഭവം ഇങ്ങനെ കത്തിച്ച് വെച്ചൊക്കെ കാണാൻ നല്ല രസം. എന്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ഇതുവരെ കാണാത്തോണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇതിന്റെ പുറമെയുള്ള ഐതിഹ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ എന്താണ് ഇതിന്റെ ഐതിഹ്യം എന്ന് ചോദിച്ചപ്പോൾ ഇവൻ രണ്ട് കൈ മലർത്തി കാണിച്ചു. ഇവന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവര് ഉള്ള കൈ മൊത്തം മലർത്തി. എന്നാലും ഞാൻ ആലോചിക്കുക, ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇതിന്റെ പുറമെ എന്താന്ന് പോലും അറിയാണ്ടല്ലേ ഇവൻ ഇത്രയും കാലമായിട്ട് ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോയി ബൈ ദ ബൈ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പുറമെയുള്ള ഐതിഹ്യം എന്താണെന്നറിയെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇത് കണ്ണൂർ മാത്രമുള്ള ചടങ്ങാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിലുണ്ടോ എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.